ഹലോ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഐ എം ഡോക്ടർ ജുനൈദ്. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന ചില സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ഞാനിവിടെ അരുണാചൽ പ്രദേശിൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെല്ലാവരും പറഞ്ഞു, ഡോക്ടർ നല്ല മാറ്റമുണ്ട്, ഈ ഒരു കാര്യം ഫോളോ ചെയ്തതിന് ശേഷം നന്നായി ഓൺ ടൈമിന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഉറക്കം നല്ല റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ജീവിതശൈലിയിൽ രാവിലെ തൊട്ട് ഈവനിങ് വരെ നമ്മൾ ചെയ്യുന്ന ചില ചില കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മുടെ ഉറക്കത്തിലും അത് മാത്രമല്ല, നമ്മുടെ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള നമ്മുടെ ഈ ജീവിതശൈലികളിലും നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ മാറ്റം കൊണ്ടുവരാനും നമ്മുടെ എനർജൈസ്ഡ് ആയി നിൽക്കാനും എല്ലാ ആക്ടിവിറ്റിയും കൃത്യമായി ചെയ്യാനൊക്കെ ഉന്മേഷം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്തോളൂ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാപ്പകൽ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് സമയാനുസൃതമായിട്ട് ആണ് നടക്കുന്നത്. ഈ 24 മണിക്കൂറിൻ്റെ ഒരു സമയാനുസൃതമായിട്ടുള്ള നടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനം, അത് ഒരു പക്ഷേ ഹോർമോണിലുള്ള വ്യതിയാനമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിലുള്ള വ്യതിയാനമായിരിക്കും. ഇതൊക്കെ രാവിലെ എന്താണോ നടക്കുന്നത് അതുപോലല്ല ഈവനിങ് സംഭവിക്കാം. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടും. അതേസമയം പകൽ സമയത്ത് മെലറ്റോണിൻ്റെ അളവ് കുറയുകയും കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരം ആക്റ്റീവ് ആവുകയും എനർജൈസ്ഡ് ആവുകയും ചെയ്യും. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ രാത്രിയും പകലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് കൃത്യമായി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻറ്റേർണലി ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ ക്ലോക്ക്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ലോക്കൊന്നല്ല, നമ്മൾ ഇതിനെ അങ്ങനെ വിളിക്കുന്നതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ആ സമയാനുസൃതമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നതാണ്. ഈ ഒരു ക്ലോക്ക് നമ്മുടെ ഉറക്കത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല ഉറക്കം കൃത്യമായ സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോക്ക് കൃത്യമായി വർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ കൃത്യമായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ക്ലോക്ക് കൃത്യമായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്ലോക്കിന് കൃത്യമായിട്ടുള്ള ക്യൂകൾ, അല്ലെങ്കിൽ അതിന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്ന ചില ഇൻഫർമേഷൻസ് കൃത്യമായി നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റണം. അത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, അല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം ഒരു ആളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. പക്ഷേ രണ്ടാമതൊരു തവണ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ആൾ പറയാണ്, ഞാൻ ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഓർമ്മകളൊക്കെ ബന്ധിപ്പിച്ച് ആ ഒരു വ്യക്തിയെ തിരിച്ചറിയാനൊക്കെ നമ്മൾക്ക് സഹായിക്കില്ലേ? അതുപോലെ ഒരുപാട് നമ്മുടെ അല്ലെങ്കിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ആ ക്ലോക്കുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും ഉറക്കത്തിൻ്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാനും ഉറക്കം നല്ല രീതിയിൽ കിട്ടാനും സഹായിക്കും. അപ്പം ഈ ഒരു ക്ലോക്കിൻ്റെ പ്രാധാന്യം അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഇഫക്റ്റീവായ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കിലല്ല ഇമ്പോർട്ടൻസ്, ആ ടെക്നിക്ക് എങ്ങനെ വർക്കാവുന്നെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും അത് നമ്മുടെ ജീവിതശൈലിയിലേക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കുറേ ക്യൂസ് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ക്യൂസിന്. ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ടെമ്പറേച്ചർ. ഇപ്പോൾ പകൽ സമയങ്ങളിൽ ടെമ്പറേച്ചർ അധികമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനും തലച്ചോറിനും കൊടുക്കുന്ന ഒരു ക്യൂ എന്താണ്? ഇത് ഉണർന്ന് നിൽക്കേണ്ട സമയമാണ് എന്നതാണ്.
അതേസമയം രാത്രി സമയങ്ങളിൽ തണുപ്പായിരിക്കും. അപ്പോൾ ആ ഒരു ക്യൂ നമ്മുടെ തലച്ചോറിനും നമ്മുടെ ശരീരത്തിനും ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് നമ്മൾ ഉറങ്ങാൻ ആയിട്ടുള്ള സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയമാണ് എന്നുള്ള ഒരു ക്യൂ ആണ് നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും കൊടുക്കുന്നത്. ഇനി മറ്റൊരു ക്യൂ ആണ് ഈ വെളിച്ചം. വെളിച്ചം കൂടുതലുള്ള സമയത്ത് അതിനർത്ഥം എന്താണ്, നമ്മൾ ഉണർന്നിരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളൊരു ക്യൂ ആണ്. അതേസമയം നമ്മൾ ഇരുട്ടാണെങ്കിലോ ഇരുട്ടുള്ള സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട ഒരു ക്യൂ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള ഒരുപാട് ക്യൂകളുണ്ട്. ഇതെല്ലാം നമ്മുടെ നമ്മുടെ പലതരത്തിലുള്ള സെൻസറി ഓർഗൻസിലൂടെ നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പല പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും. പെട്ടെന്ന് ശരീരത്തിൻ്റെ സ്റ്റേറ്റ് പല സിറ്റുവേഷനിൽ മാറാൻ കാരണം അതാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. നിങ്ങളിപ്പം വീടൊക്കെ മാറി മറ്റൊരു സ്ഥലത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ സാഹചര്യങ്ങൾ മൊത്തം മാറി, ചുറ്റുപാടുകൾ മൊത്തം മാറി. അപ്പോൾ ശരീരത്തിന് ആ ഒരു വ്യക്തിക്ക് പൊതുവെ ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ ക്യൂ ആയി വർക്ക് ചെയ്യാൻ വളരെ അനിവാര്യമാണ് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം അതിന് കാരണം ആ ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ ക്ലോക്ക് അത്രത്തോളം പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ക്യൂലായി ഡിപ്പെൻഡായി പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ പോലും ബയോളജിക്കൽ ക്ലോക്കിൽ ആ വ്യതിയാനം വന്ന് ആ ആൾക്ക് ഉറക്കം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി പോകും. പക്ഷേ ചില ആളുകൾക്കാണെങ്കിൽ ഏത് സ്ഥലത്ത് പോയാലും കൃത്യസമയത്ത് ഉറക്കം വരികയും ഉറക്കം കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് അത്രയും സ്ട്രോങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യം മാറിക്കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ടുള്ള മറ്റു ക്യൂകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ശരീരം ആ ഒരു പ്രോസസ്സിലേക്ക് കടന്ന് ഉറക്കം കിട്ടുന്ന രീതിയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കാര്യം വിശദീകരിച്ച് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇഫക്റ്റീവായ രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം. അത് എങ്ങനെ നമുക്ക് ഉറക്കം ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ മോർണിംഗ് തൊട്ട് തന്നെ നമ്മളിത് തുടങ്ങണം. രാവിലെ തന്നെ നമ്മൾ എണീറ്റ സമയം തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 6 മണിക്ക് എണീക്കാന്ന് കരുതുക. ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്നിട്ടുണ്ടാവും. ഈ സമയം തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ, എണീറ്റതിന് ശേഷം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പുറത്ത് പോവുക. പുറത്ത് പോയിട്ട് സൂര്യപ്രകാശം നമുക്ക് കൊള്ളാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രത്തോളം ആ വെളിച്ചത്തോട്ട് നോക്കുക. ആ സൂര്യപ്രകാശത്തിലേക്ക് നേരെ നോക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, കുറച്ച് ചെരിഞ്ഞുകൊണ്ട് നോക്കാൻ നോക്കുക. കണ്ണിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത രീതിയിൽ നോക്കുക. കാരണം കണ്ണിലേക്ക് നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ കണ്ണിനൊക്കെ ഡാമേജ് ആയി പോകും. അപ്പോൾ ഒരിക്കലും നേരെ നോക്കാൻ പാടില്ല. പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് വെളിച്ചം കാണാൻ പറ്റുന്ന രീതിയിൽ നോക്കുക. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മുടെ കണ്ണുകളിലുള്ള ചില റിസപ്റ്റേഴ്സ് ഉണ്ട്, ഈ പ്രകാശത്തെ തിരിച്ചറിയുന്ന റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുമ്പം അത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളായിട്ടുള്ള അഡ്രിനാലിൻ, കോർട്ടിസോളിനൊക്കെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ ഈ ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ ഒരുപാട് ഉണർവുണ്ടാവും, ശരീരം ആക്റ്റീവ് ആവും. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഉണർന്ന സമയം തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റൊന്നുമല്ല, നമ്മൾ ഉണർന്ന സമയത്ത് തന്നെ നമ്മുടെ കോർട്ടിസോളിൻ്റെ അളവൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് കൂട്ടുന്ന സമയത്ത്, ഇതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂട്ടുന്ന സമയത്ത് ശരീരത്തിന് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണരുന്ന സമയത്തിൻ്റെ ഒരു മാർക്കിംഗ് പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യൂ ആയിട്ട് അവിടെ ഈ ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ആ ഒരു പൊസിഷനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്ക് ചെയ്യുമ്പം കൃത്യമായി ഉണരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാവും. അപ്പോൾ ആ ഉണരുന്ന സമയത്തിൻ്റെ പീക്ക് പോയിൻ്റായിട്ട് അതിനെ തിരിച്ചറിയാൻ പറ്റും. അതേസമയം അതിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയത്തെ റെസ്റ്റ് എടുക്കേണ്ട സമയമായിട്ട് കൂടിയും ശരീരം കണക്കാക്കപ്പെടുത്തും. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ടെക്നിക്ക്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ശരീരം വാമാകും. ശരീരം വാമാകുമ്പം ഞാൻ പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും ബ്രെയിനും എന്ത് ക്യൂ ആണ്? ഉണർന്നു നിൽക്കുന്നതിൻ്റെ ക്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതും ശരീരം അല്ലെങ്കിൽ ബ്രെയിൻ അവിടെ മാർക്ക് ചെയ്യും.
അതും നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് പൊസിഷനിൽ അത് ഇൻഫർമേഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അടുത്തൊരു ടെക്നിക്ക് കൂടിയുണ്ട് നമുക്ക് ശരീരം ഒന്നും കൂടി വാമാക്കാനുള്ള, അതാണ് കോൾഡ് ബാത്ത്. രാവിലെ തന്നെ എണീറ്റ് കോൾഡ് ബാത്ത് എടുക്കുക എന്നുള്ളതും ഇതേ ഇഫക്റ്റാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും കോൾഡ് ബാത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തണുത്ത് പോവുകയല്ലേ എന്നുള്ളത്. പക്ഷേ അവിടെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെസ്സ് പോലെയാണ് കാണുക. അത് ഒരു എന്താ പറയുക ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ശരീരം ഈ അഡ്രിനാലിനും കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം ഹീറ്റ് ആവാൻ തുടങ്ങും, അതുപോലെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അപ്പോൾ ശരീരത്തിന് ഇൻറ്റേർണലി കോർ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. അപ്പോൾ ഇത് ശരീരത്തെ ഹീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും ഒരു നല്ല ടെക്നിക്കാണ്. പക്ഷേ കോൾഡ് ബാത്ത് എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന ഒരു കാര്യമാണെന്നില്ല. ചില ആളുകൾക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഹൃദയ സംബന്ധമായ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കോൾഡ് ബാത്ത് അത്രത്തോളം സൂട്ടബിൾ ആവണമെന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സസൈസും ചിലപ്പോൾ എല്ലാ എക്സസൈസും എല്ലാവർക്കും പറ്റണമെന്നില്ല. ഏത് എക്സസൈസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള നടത്തമോ ജോഗിങ്ങോ യോഗയോ എയറോബിക്സോ ഇങ്ങനെ പലതരത്തിലുള്ള എക്സസൈസ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്താലും മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രാവിലെ തന്നെ സൂര്യപ്രകാശം അതിലേക്ക് എക്സ്പോസ് ആവുക, അതുപോലെ ശരീരത്തെ ടെമ്പറേച്ചർ കൂട്ടാനുള്ള ആക്ടിവിറ്റികൾ ചെയ്യുക. ഇത് ചെയ്യുമ്പം നമ്മുടെ ബയോളജി ക്ലോക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്യൂകളെയാണ് മാർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനി ഈവനിങ് എക്സസൈസുകളൊക്കെ മാക്സിമം കുറക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ റെസ്റ്റിങ്ങിലേക്ക് പോകേണ്ടതാണ്. അതുപോലെ ഈവനിങ് ആയിട്ടുള്ള ചായ കുടിക്കുന്ന ശീലങ്ങളൊക്കെ കുറക്കുന്നതാണ് നല്ലത്. ഈ കഫീന് നമ്മുടെ ഈവനിങ് ഒരുപാട് നമ്മുടെ ആക്റ്റീവായി നിലനിർത്തുമ്പോൾ അതും നമ്മുടെ ലേറ്റ് നൈറ്റ് സ്ലീപ്പിനെ അത് ബാധിക്കും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മുടെ ഈവനിങ് സമയത്ത് ആക്റ്റീവായി നിലനിർത്തുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഫേസിലേക്ക് എത്തുമ്പോൾ അതിനത് ബാധിക്കും. ഇത്തരത്തിലുള്ള ചില ഹാബിറ്റുകൾ നമ്മൾ മാറ്റിയെടുക്കാൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തൊരു സിമ്പിൾ ടെക്നിക്കാണ്, ഈവനിങ് നമ്മൾ സൺസെറ്റ് അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണാൻ പറ്റുമോ എന്ന് നോക്കുക. സൂര്യാസ്തമയം അതുപോലെ നേരിട്ട് സൂര്യനിലേക്ക് നോക്കാതെ, കഴിയുന്നതും കണ്ണിലേക്ക് ഒരുപാട് റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് അങ്ങനെ നോക്കാതെ ഈ സൂര്യാസ്തമയം കാണുന്നതും അതും നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. സൂര്യൻ പ്രകാശം ഡിമ്മായിട്ടുള്ള ആ ഒരു ലൈറ്റ് നമ്മൾ കാണുമ്പം അതും മറ്റൊരു നമ്മുടെ ഒരു ഉണർന്ന നിൽക്കുന്ന ഒരു സമയത്തിൻ്റെ ആ ഫേസ് ചേഞ്ച് ആകുന്നതിൻ്റെ ഒരു ക്യൂ ആണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത്. ഈ രണ്ടാമത്തെ ഈ ഒരു ക്യൂ കൂടിയും കൊടുക്കുക എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാവർക്കും എല്ലാ ദിവസവും പോയിട്ട് ഇതുപോലെ സൂര്യാസ്തമയമൊന്നും കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോളജി ക്ലോക്കിനെ കുറച്ചുകൂടി ബെറ്റർ സ്ട്രോങ് ആയി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ക്യൂ ഒക്കെ ഉള്ള ഒരുപാട് ക്യൂ കിട്ടുമ്പോൾ അത് ബെറ്റർ ആവും, ഒരുപാട് സ്ട്രോങ് ആവും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഉള്ളതാണ് രാത്രിയിൽ ഒരുപാട് ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത്. പല ആളുകളും ഇങ്ങനെ പറയാണ്ട് ഒരുപാട് ആഹാരം കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം കിട്ടും എന്നുള്ളത്. അത് ചിലപ്പോൾ സത്യമായിരിക്കും, പെട്ടെന്ന് ഉറക്കം കിട്ടും. ചിലപ്പോൾ നല്ല സൗണ്ട് സ്ലീപ്പ് അവർക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിവർ ഡീടോക്സിഫിക്കേഷനും നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉള്ളതൊക്കെ റിക്കവർ ചെയ്യുക, ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒരുപാട് ആഹാരമൊക്കെ കഴിച്ച് കിടക്കുമ്പം നമ്മുടെ കുടലിലുള്ള ഈ ആഹാരങ്ങൾ ദഹന പ്രക്രിയ നടക്കുകയും അതിൽ നിന്ന് ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യും. അത് ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷനെ ബാധിപ്പിക്കും. നമ്മുടെ ശരീരത്തിലുള്ള മറ്റു പല റിപ്പയറിങ് ആക്ടിവിറ്റികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ആഹാരം രാത്രി കഴിക്കുന്ന ആ ഒരു ശീലം മാറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അത് നമ്മുടെ ശരീരത്തെ കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾഡ് വാട്ടറിൽ പോയി കുളിക്കുക അതൊന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൾഡ് വാട്ടറിൽ കുളിക്കുന്ന സമയത്ത് ശരീരം ആക്ച്വലി വാം ആവുകയാണ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ കോർ ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെങ്കിൽ അത് ഒരു ഹോട്ട് ഫുഡ് ഇമേഷൻ ടെക്നിക്കാണ്. ഒരു ബക്കറ്റിൽ അത്യാവശ്യം വാമായിട്ടുള്ള വെള്ളം എടുക്കുക. നമുക്ക് പൊള്ളാനൊന്നും പാടില്ല, കൈയും കാലൊക്കെ ഇട്ടാൽ. അത്തരം വാമായിട്ടുള്ളൊരു വെള്ളത്തിൽ 2 കാലും മുട്ട് വരെ മുങ്ങുന്ന രീതിയിൽ മുക്കി വെക്കുക.
ഇതെന്താ സംഭവിക്കുന്നത്, ഈ ഒരു വാം ടെമ്പറേച്ചർ പൊതുവെ നമ്മളെ കാം ഡൗൺ ചെയ്യും. അതുമാത്രമല്ല, ഈ ഒരു വാം ടെമ്പറേച്ചർ കാം ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോർമോണായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളൊക്കെ കുറയാൻ തുടങ്ങും. നമ്മൾ ഒരു കാം റിലാക്സ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇത് പൊതുവെ ഹാപ്പൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹാപ്പൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ശരീരത്തിലെ ഹീറ്റിംഗ് മെക്കാനിസം, ഉണർന്നു നിൽക്കുന്ന അവസ്ഥകളൊക്കെ മാറി ഒരു വിശ്രമാവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങും. അപ്പം ഇത് ഉറക്കത്തെ വളരെ ഹെൽപ്ഫുള്ളാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് കാലമായിട്ട് ഉറക്കം കിട്ടാത്ത ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉറങ്ങിയിട്ടും നല്ലൊരു ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രോപ്പർ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഹോട്ട് ഫുഡ് ഇമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക്. പിന്നെ മറ്റൊന്നാണ്, നമ്മൾ രാത്രിയിൽ എല്ലാവർക്കും പറ്റണം എന്നില്ല ഈ പറയുന്ന കാര്യം, പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. സൂര്യ അസ്തമയത്തിന് ശേഷം നമ്മുടെ വീട്ടിലെ ലൈറ്റ്, നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ എവിടെയൊക്കെ നിൽക്കുന്നത്, ഒരു ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആ സ്ഥലത്തുള്ള ലൈറ്റ് ഡിം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉറക്കം കിട്ടാൻ യൂസ്ഫുൾ ആവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റൊരു ക്യൂ ആണ്. നമ്മൾ വെളിച്ചാണെങ്കിൽ ആ ശരീരത്തിന് ഉണർവ് കിട്ടാനുള്ളൊരു ക്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുമെങ്കിൽ, ഈ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചില്ലാത്ത അവസ്ഥ, ഡിമ്മായ ലൈറ്റ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ബ്രെയിനിന് കൊടുക്കുന്ന ക്യൂ, അത് നമ്മൾ ഉറങ്ങാനുള്ള സമയമായി, വിശ്രമാവസ്ഥയിലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ള ഒരു ക്യൂ ആണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് സൂര്യാസ്തമയം തൊട്ട് തന്നെ തുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓൺ ടൈം ഉറങ്ങാൻ, അതായത് 10 മണി 11 മണിയൊക്കെ ആവണതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ഉറങ്ങാനുള്ള അവസ്ഥയിലേക്ക്, അതും പ്രോപ്പർ വിശ്രമാവസ്ഥയിലൂടെ ഉറങ്ങാവുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്താൻ ആ ഒരു അറ്റ്മോസ്ഫിയർ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരുട്ടുള്ള സമയത്ത് പൊതുവെ നമ്മുടെ ശരീരത്തിലെ ആക്റ്റീവ് ആക്കുന്ന ഹോർമോണായ ഈ കോർട്ടിസോളിൻ്റെ അളവൊക്കെ കുറയുകയും ശരീരത്തെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന, നമ്മളെ ഉറക്കാൻ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇരുട്ടിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് 6 മണി തൊട്ട് സൂര്യ അസ്തമിക്കുന്നത് തൊട്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ ഉദ്ദേശിച്ച സമയത്തിൻ്റെ ഒരു 1-2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ലൈറ്റ് ഡിമ്മാക്കാൻ പറ്റുമെങ്കിൽ അതും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ശരീരത്തൊരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ക്ലോക്കിന് പലതരത്തിലുള്ള ക്യൂ, അല്ലെങ്കിൽ അതിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് അത് പുറമേ നിന്നും കളക്ട് ചെയ്യും. അത് കൃത്യമായി നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്ലീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് രീതിയിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് സ്ലീപ്പ് മാറും. നമ്മൾ റോങ് ആയ രീതിയിൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ റോങ് ആയ രീതിയിലാണ് നടക്കുകയുള്ളൂ. കൃത്യമായ രീതിയിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ കൃത്യമായ ഉറക്കം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് അഡീഷണലായി ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വല്ലതും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് അടിയിൽ അതും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നല്ലൊരു കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം. അതുവരേക്കും ഗുഡ് ബൈ.